ഹായ് ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്. ഇന്ന് പുൾ ഡേ ആണ്. പുൾ ഡേയിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ബാക്ക് മസിൽസും അതുപോലെ തന്നെ ബൈസെപ്സും പിന്നെ കുറച്ച് കാർഡിയും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ റെഡി അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് പുൾ ഡേക്ക് വേണ്ടിയുള്ള കുറച്ച് വാമപ്സ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കാലുകൾ ഷോൾഡർ ലെവൽ വെച്ചോ. ഷോൾഡർ ലെവൽ എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ അതേ ഒരു ഡിസ്റ്റൻസിന് ഈ രണ്ട് കാലിനിടയ്ക്ക് കൊടുക്കണം. ഓക്കെ, ഇത് ചെയ്യണത് നേരെ എന്നിട്ട് രണ്ട് കൈ നല്ല ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് കൈ മാക്സിമം ഫ്രീ ആയിട്ട് ഇതിനെ കൊണ്ടുവരിക. മാക്സിമം ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലോട്ട് ഇതിനെ കൊണ്ടുപോകണം. ഫ്രീ ആയിട്ട് കൊണ്ടുവരിക, ബാക്കിലോട്ട്. അങ്ങനെ 10 ടൈംസ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. പിന്നെ ചെയ്യേണ്ടത് ഇതേ പൊസിഷനിൽ കാല് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പർ ബോഡി ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യണം ഫ്രണ്ടിലോട്ട്. ഓക്കെ, രണ്ട് കൈയും ഇങ്ങനെ സൈഡിലോട്ട് വെച്ചോ. രണ്ട് കൈ നമ്മുടെ ലാറ്റ് മസിൽസ്, നമ്മുടെ ഈ രണ്ട് സൈഡിലെ മസിലാണ് ലാറ്റ് മസിൽസ് ഓർ വിങ്സ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്ത് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി മാക്സിമം പുറകിലോട്ട് കൊണ്ടുപോകണം. ചെയ്ത് നോക്കിയേ. 1. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബാക്ക് മസിൽസ് നന്നായിട്ട് ടൈറ്റ് ആവണം. ദെൻ വീണ്ടും തിരിച്ച് പഴയ പൊസിഷനിലോട്ട് പോകണം. ഓക്കെ, സോ 10 ടൈംസ്. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. റിലാക്സ്. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 മൂവ്മെൻറ്റ്സിൻ്റെ കോംബോയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് കാലൊരു ഷോൾഡർ ലെവലിൽ നിന്നു അതിൽ നിന്ന് കുറച്ചുകൂടെ വൈഡാക്കുക. ആദ്യം 2 മൂവ്മെൻറ്റ്സിനും ഷോൾഡർ ലെവലാണ് കാല് വെച്ചത്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വൈഡാക്കി നിൽക്കുക. ബോഡി അപ്പർ ബോഡി എന്ത് ചെയ്യണം, ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യണം. രണ്ട് കൈയും ഇതുപോലെ ഒരേപോലെ വെച്ചിട്ട് ഫസ്റ്റ് മൂവ്മെൻറ്റ് ഇത് 1. ഓക്കെ, നേരെ സ്ട്രെയിറ്റ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ 45 ഡിഗ്രി ആംഗിളിലോട്ട്. ഓക്കെ, സോ 1, അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് 2, അടുത്ത് ഇവിടെ നിന്ന് കൈ രണ്ട് നേരെ സൈഡിലോട്ട്. ഓക്കെ, ബാക്കിലോട്ട് ഇങ്ങനെ മാക്സിമം കൊണ്ടുപോകണം. പോകുമ്പോൾ എന്ത് ചെയ്യണം, ബാക്ക് മസിൽസ് അതിൻ്റെ ആ ഒരു ക്രഷിങ് എന്ത് ചെയ്യണം, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം നല്ലപോലെ. സോ 1 to 45 ഡിഗ്രി, ദെൻ ബാക്ക്. ഓക്കെ, അങ്ങനെ 10 ടൈംസ് ചെയ്തോ. കാല് കുറച്ചുകൂടെ വൈഡായിക്കോ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ മൂവ്മെൻറ്റിന് ഷോൾഡർ ലെവലല്ല, അതിന് അല്പം കൂടെ വൈഡായിട്ടാണ് വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പർ ബോഡി ബെൻഡ് ചെയ്തോ, കൈ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് പിടിച്ചോ, ഡിസ്റ്റൻസ് കൊടുത്തോ. താഴെ നിന്ന് 1, അടുത്ത 45 ഡിഗ്രി 2, ബാക്കിലോട്ട് 3. സൂപ്പർ. 1 2 3. കൈ ബാക്കിലോട്ട് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ പുറകിലോട്ട് വരാൻ പാടില്ല. ഇവിടെ നിന്ന് നേരെ രണ്ട് സൈഡിലോട്ട് തന്നെ പോകണം. മനസ്സിലായോ? നമ്മൾ ആദ്യം ചെയ്തതിലാണ് കൈ ഇങ്ങനെ ബാക്കിലോട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ബാക്ക് മസിൽസിൻ്റെ അപ്പർ പോർഷനാണ് ഫോക്കസ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നിന്ന് കൈ എന്ത് ചെയ്യണം, നേരെ ബാക്കിലോട്ട് തന്നെ വരണം. ഓക്കെ, 1 45 ഡിഗ്രി 2, ദെൻ 3. ആദ്യം തന്നെ. യെസ്, വെരി ഗുഡ്. 1 2 3 1 2 3. സൂപ്പർ. 1 2 3. യെസ്, 1 2 3 1 2 3 1 2 3 1 2 3. റിലാക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കൈൻഡ് ഓഫ് കാർഡിയോ മിക്സ് എക്സസൈസ് ആണ്. ഓക്കെ, ഇത് വന്നിട്ട് പഞ്ചിങ് എക്സസൈസ് അല്ല, ജസ്റ്റ് കാർഡിയോയ്ക്ക് വേണ്ടിയുള്ള ബോഡി ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കാല് ജസ്റ്റ് ഒന്ന് വൈഡാക്കി വെച്ചോ, കുറച്ചുകൂടെ വൈഡായിക്കോ. ഓക്കെ, കൊള്ളാം. എന്നിട്ട് രണ്ട് നീസും കുറച്ച് ബെൻഡ് ചെയ്തോ. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് അല്പം കൂടെ വൈഡാക്കിക്കേ. കുറച്ചുകൂടെ വൈഡായിക്കോ. ഈ കാല് വൈഡായിക്കോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചോ. ഓക്കെ, രണ്ട് കൈ നമ്മൾ പഞ്ചിങ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു രീതിയിൽ. ഓക്കെ, കുറച്ചുകൂടെ താഴെ. ഓക്കെ, അപ്പർ പഞ്ചസ് ചെയ്യുന്ന അതേ രീതിയിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ഒരു ഭാഗത്തോട്ട്. ഓക്കെ, ചെയ്തോ. മാക്സിമം സ്പീഡിൽ നമ്മളിവിടെ ഫുള്ള് എന്ത് ചെയ്യരുത്, നമ്മുടെ സ്ട്രെങ്ത് എടുത്തിട്ട് ഇവിടെ ഫുള്ള് വലിച്ചു വിടരുത്. ഇവിടേക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സോ പഞ്ചിങ് പ്രാക്ടീസ് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഈ ഒരു വളരെ ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യണം. മനസ്സിലായി? ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ബോഡി ഒന്നിങ്ങനെ മൂവ് ചെയ്ത് നമ്മളെ പറഞ്ഞോ, ജസ്റ്റ് വാം ചെയ്യുവാണ് ബേസിക്കലി. ചെയ്തേ. മാക്സിമം സ്പീഡ് ചെയ്തു. മാക്സിമം സ്പീഡിൽ ജോയിൻസ് ഒന്നും എന്ത് ചെയ്യരുത്, സ്ട്രെച്ച് ഔട്ട് ആകരുത്. കൊള്ളാം, ചെയ്തോ.
ഒരേ സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്തോ. കൈ കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യാം, പക്ഷേ ഫുള്ളായിട്ട് സ്ട്രെച്ച്ഡ് ഔട്ട് ആവരുത്. ചെയ്തോ. കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിക്കോ. കൈ കറക്റ്റായിട്ട് മുറുക്കി പിടിച്ചോ. കൈ കറക്റ്റായിട്ട് മുറുക്കി പിടിച്ച്. ഇതിങ്ങനെ നിൽക്കണ്ട, എല്ലാം ഒരേപോലെ ഇങ്ങനെ പിടിച്ച്. യെസ്, ആ കൈ. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മൾ എന്തില്ല പഞ്ചിങ് അല്ല ചെയ്യണത്, പക്ഷേ ബോഡി നല്ല ഫ്രീ ആണ്. കൈ ഇങ്ങനെ തിരിച്ച് വന്നിട്ട് തന്നെ ഇങ്ങനെ പോകണം. മറ്റേ ഈ ഫ്രണ്ടിൽ പോയ കൈ നേരെ പുറകിൽ വന്നിട്ട് തന്നെ തിരിച്ചു പോകണം. ചെയ്തോ. കറക്കണ്ട, ഇങ്ങനെ കറക്കി എടുക്കണ്ട. ജസ്റ്റ് നമ്മൾ പഞ്ചിങ് പ്രാക്ടീസ് അല്ല നമ്മൾ ചെയ്യണത്. ജസ്റ്റ് ബോഡി ഒന്ന് എന്ത് ചെയ്യുവാണ്, ഫ്രീ ആയിട്ടൊന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ചെയ്തോ. കാല് ബെൻഡ് ചെയ്തോ. യെസ്. ചെയ്തോ. സ്പീഡ് കൂട്ടിക്കേ. കൊണ്ട് ചിടിക്കണ്ട അങ്ങനെ കൈ. യാ. ഓക്കെ, ഇനി ഈ കൈ എന്ത് ചെയ്യണം, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് വലിക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ പ്രീ ഫിറ്റ്നസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒരു വേറെ വേരിയേഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കൈ ഇങ്ങനെ ചരിച്ച് പിടിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഫിംഗേഴ്സിനെ പുറകിലോട്ട് ഇങ്ങനെ വലിക്കണം. വലിച്ചിട്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഈ ജോയിൻറ്റിനെ. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. ഇതിനെ നമ്മൾ പുറകിലോട്ട് വലിക്കുന്നുണ്ട്, പ്ലസ് കൈ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം, ഈ കൈ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഈ ഫിംഗേഴ്സിന് എന്ത് ചെയ്യണം, പുറകിലോട്ട് ഇങ്ങനെ വലിക്കുന്നതനുസരിച്ചിട്ട് ഇവിടെ നിന്ന് കൈ അങ്ങോട്ട് കൊടുക്കണം. ബേസിക്കലി നമ്മൾ ഈ രണ്ട് ഷോൾഡേഴ്സിനൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ചെയ്തോ. കാലെങ്ങനെ നോർമലായിട്ട് ഷോൾഡർ ലെവൽ വെച്ചാൽ മതി. യെസ്, അത് തന്നെ. എന്നിട്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിനെ ഇതുപോലെ എന്ത് ചെയ്യണം, അങ്ങോട്ട് ബെൻഡ് ചെയ്യണം. അതുപോലെ അടുത്ത കൈ ഇതിനെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തോ, പ്ലസ് ഇവിടെ നിന്ന് ഈ ഷോൾഡറിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. രണ്ട് കൈ മാറി ചെയ്തേ. ഇനി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് കൈയും കുറച്ചുകൂടി ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. കാല് ഇതുപോലെ വൈഡാക്കി വയ്ക്കാം. ഓവർ വൈഡാക്കണ്ട, ജസ്റ്റ് ഒരു ഷോൾഡർ ലെവലിനേക്കാളും ഒരല്പം കൂടെ എന്ത് ചെയ്തു, വൈഡ് ചെയ്തു. ഓക്കെ, ദെൻ റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകണം. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്ന സമയത്ത് കാലും കൂടെ എന്ത് ചെയ്യണം, ജസ്റ്റ് തിരിഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അതുപോലെ തിരിച്ചടുത്ത കൈ. അങ്ങനെ എന്ത് ചെയ്യണം, മാക്സിമം ഫാസ്റ്റായിട്ട് വളരെ കൈ ഫ്രീ ആക്കി ഇടുക. നമ്മൾ ഇത് പഞ്ചിങ് അല്ല, നമ്മൾ അടിക്കുന്ന പോലെ ഒന്നുമല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ. ഓക്കെ, ചെയ്തോ. അങ്ങനെ 20 ടൈംസ്. അപ്പോൾ ഓരോ കൈക്കും 10 ടൈംസ് വെച്ച് കിട്ടും. അത്രയും വൈഡാക്കണമെന്നില്ല, കാല് കുറച്ചടുപ്പിച്ചോ, ഓവർ വൈഡാക്കണ്ട. നമുക്ക് ജസ്റ്റ് വെറുതെ നിന്ന് തിരിഞ്ഞ് നോക്കിയാൽ അത് മനസ്സിലാവും. അങ്ങോട്ട് ബോഡി തിരിച്ച് നോക്കിക്കോ. യെസ്, അങ്ങനെ ബോഡി തിരിക്കാനായിട്ട് വരണം. മാക്സിമം അപ്പർ ബോഡി തിരിയണം. കാല് ഓവറായിട്ട് തിരിക്കരുത്. കാല് വെച്ചു. നമ്മുടെ മെയിൻ പർപ്പസ് കാല് ജസ്റ്റ് ഈ കാല് അപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ കാല് ജസ്റ്റ് തിരിയണേ ഉള്ളൂ, ആ കാല് തിരിക്കരുത്. ഇത് കൈ ഫ്രീ ആയിട്ട് പോകുമ്പോൾ അപ്പർ ബോഡി അങ്ങനെ തിരിയണം. കൈ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇട്ടോ. ഓക്കെ, അത് തിരിച്ചു വന്നു. അടുത്ത് എന്ത് ചെയ്യണം, ആ കാലും തിരിയത്തുള്ളൂ, അത് തിരിയണം. അപ്പോൾ ഈ ബോഡി അപ്പർ ബോഡി തിരിയണം. അപ്പർ ബോഡി മാക്സിമം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. കൈ മുകളിലല്ല, ജസ്റ്റ് ഇങ്ങനെ സൈഡിലോട്ട് പോയാൽ ഈ ഒരു ലെവൽ പോയാൽ, സ്ട്രെയിറ്റ് അല്ല, ഓവറായിട്ട് മുകളിലല്ല, ഈ ഒരു ലെവലിൽ. ഓക്കെ, ചെയ്തോ. അടുത്ത വാമപ്പ് ആയിട്ട് പുഷപ്പ് എടുക്കുന്ന ആ ഒരു രീതിയിൽ ബോഡി കറക്റ്റായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുക. ദെൻ ഈ കൈ
സൈഡിലിങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, അതുപോലെ അടുത്ത കൈ. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് കൈ എടുത്ത് നേരെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ആപ്സിൻ്റെ ആ ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം, തിരിച്ചു വയ്ക്കണം. അതുപോലെ കണ്ടോ, ഓരോ കൈ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും മാക്സിമം ബാക്കിലോട്ട് കൈ കൊണ്ടുപോയി ബാക്ക് മസിൽസ് ടൈറ്റ് ചെയ്യണം, തിരിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ അടുത്ത കൈ. പുഷപ്പ് എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, സ്ലോ ആയിട്ട് കൈ പൊക്കിക്കേ. ഓക്കെ, ചെയ്ത് വീണ്ടും ചെയ്ത് പറ്റണില്ലേ? മുട്ടുകുത്തി നിന്നോ, നമ്മൾ ഇന്നലെ ചെയ്തില്ലേ? പൊടിച്ചുകൂടെ പുഷപ്പ് എടുക്കാൻ നിൽക്കുമ്പോൾ നിന്നോ. ഇപ്പോൾ നോർമൽ പുഷപ്പ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇന്നലെ നോക്കിയതുപോലെ നീൽ ഡൗൺ ചെയ്തുകൊണ്ട് കാൽ മുട്ടിന് സപ്പോർട്ട് കൊടുത്ത് എന്ത് ചെയ്യാം, പുഷപ്പ് എടുക്കുന്ന രീതിയിൽ നിന്നോ. ഓക്കെ, ഈ രീതിയിൽ നിന്നിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ആദ്യം റൈറ്റ് ഹാൻഡ് എടുത്തോ. ഇത് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ വരണം, മനസ്സിലായോ? ജസ്റ്റ് എൽബോ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഈ മസിൽസ് ടൈറ്റ് ആവണം. തിരിച്ചു വെച്ചോ, ഇങ്ങനെ ബാക്കിലോട്ട് വരരുത്, ഇവിടെ തന്നെ നിൽക്കണം. ഇതൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. നമ്മുടെ ഷോൾഡറും കൈയും ഒരേ രീതിയിൽ വരണം. ഓക്കെ, ഇനി ഈ കൈ ചെയ്തേ. ആദ്യം തന്നെ, യെസ്, വെരി ഗുഡ്. അങ്ങനെ 20 ടൈംസ്. കൈ എൽബോ ഇങ്ങനെ വൈഡായിട്ട് പോകരുത്, ബോഡിയോട് ചേർത്തെടുത്തോ. ഈ എൽബോ ബോഡിയോട് ചേർത്ത്, യെസ്. ഓക്കെ, ഫ്രീ ആയിട്ട് ഒരുപാട് കൈക്ക് ബലം കൊടുക്കരുത്. നമ്മൾ ഈ മസിൽസിനാണ് ഫോക്കസ് ചെയ്യണത്, കൈ അല്ല. ഓക്കെ, ചെയ്തോ. യെസ്, കൈ കുറച്ചുകൂടി ബാക്കിലോട്ട് വരണേ, കൈ ഇവിടെ വരണം. ഓക്കെ, കൈ എടുത്തേ, കൈ ഇവിടെ വരണം, ഇങ്ങനെ ഫ്രണ്ട് അല്ല, ഇവിടെ കുറച്ചുകൂടെ ഓപ്പൺ ആയിക്കോ, ഇവിടെ ഓപ്പൺ ആക്കിയേ. യെസ്, എന്നിട്ട് ഈ പോർഷൻ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് എന്ത് ചെയ്യണം, ഇതിനെ ടൈറ്റ് ചെയ്യണം. ഓക്കെ, ചെയ്തു. ഓക്കെ, മതി എണീറ്റു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കോംബോ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നീ നിന്ന അതേ ഒരു പോർഷനിൽ വീണ് നിൽക്കുക. ജസ്റ്റ് കൈ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫ്രണ്ട് വയ്ക്കുക. ഓക്കെ, ദെൻ അവിടെ നിന്ന് ഈ നീസിനെ മാത്രം എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ പോക്കണം. ഓക്കെ, പോക്കണ സമയത്ത് തല ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കൈ എന്ത് ചെയ്യും, കൈ ഈ ഒരു ഇതിന് സ്ട്രെച്ച് ആയിട്ട് വരും. ഓക്കെ, സോ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. അവിടെ നിന്ന് കാൽമുട്ടുകളുണ്ടോ പൊക്കി തല ഇങ്ങനെ ബാക്കിലോട്ട് അകത്തോട്ട് കൊണ്ടുപോകണം, തിരിച്ചു വരണം. ദെൻ തിരിച്ച് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യരുത്, കാൽമുട്ട് തല വയ്ക്കരുത്. ഓക്കെ, സോ പിന്നെയുള്ള മൂവ്മെൻറ്റിൽ ഇങ്ങനെയാണ്. ഫുള്ള് താഴോട്ട് പോകുന്നില്ല, കണ്ടോ, നീസ് ഓൾമോസ്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യേണ്ട ആ ലെവലിൽ പോയിട്ട് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് പുഷ് ചെയ്ത് ബാക്കിലോട്ട് വരും. ഓക്കെ, ചെയ്ത് നോക്കിക്കോ. ചെയ്യാൻ പറ്റും, ഈസി തന്നെ. ഓക്കെ, നേരത്തെ അതേ പൊസിഷനിൽ നിന്നോ. നമ്മൾ ഷോൾഡറും കൈയും ഒരേ ഇതിൽ വെച്ചു. കയ്യിൽ ബലം കൊടുത്ത് പുഷ് ചെയ്ത് എന്ത് ചെയ്യണം, രണ്ട് കാലും പൊക്കിക്കോ, നീസ്. അതന്നെ, തല അകത്തോട്ട് വരണം. തിരിച്ചു പോകുമ്പോഴും എന്ത് ചെയ്യരുത്, തറയിൽ തുടരുത്, വീണ്ടും പോകണം. യെസ്, വെരി ഗുഡ്. കാലുമുട്ട് മടക്കി തന്നോ. ഇല്ല, ബോഡി അങ്ങനെ കൊണ്ടുപോകരുത്. റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ വീണ്ടും ചെയ്താൽ മതി. നമ്മൾ ആദ്യത്തെ ഇതിപ്പോൾ കൈ ഇങ്ങനെ വലിഞ്ഞു, ആദ്യം തുടങ്ങണ ആ ഇതിൽ തന്നെ മൂവ്മെൻറ്റ് തന്നെ വരണം. കൈ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ. കാല് തറയിൽ തൊടും അപ്പോഴ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊടും, അത് കഴിഞ്ഞിട്ട് ഓരോ റെപ്പിലും തൊടത്തില്ല. റെഡി? യെസ്, ട്രൈ പറ്റും. കീപ് ഗോയിങ്. ഗുഡ്. സൂപ്പർ. മതി. റെസ്റ്റ് എടുത്തു. സൂപ്പറായിട്ട് ചെയ്തു. അടുത്ത ജമ്പിങ് ജാക്സ് ആണ്. ഓക്കെ, ജമ്പിങ് ജാക്സ് അറിയാമായിരിക്കുമല്ലോ. ജമ്പിങ് ജാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലായിട്ട് നിന്നു, ഇവിടെ നിന്ന് കുറച്ച് നീങ്ങുന്നു. ഇവിടെ നിന്ന് കണ്ട കാല് വീഴാകുമ്പോഴത്തേക്കും കൈ പോകണം. ഓക്കെ,
ഈ ഒരു രീതിയിൽ. കാല് വൈഡാവണനുസരിച്ച് കൈയും എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും, തിരിച്ചു വരും. ഓക്കെ, ചെയ്തു. കാല് വൈഡാവുമ്പോൾ കൈയും വൈഡാവുമല്ലോ അല്ലേ? കാല് ഉപ്പൂറ്റി തറ ഇടിക്കരുത്, ടോസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ചേച്ചി അതിനെ കൺട്രോൾഡ് അടിച്ച്, ബോഡി ബാലൻസ്ഡ് അടിച്ച്, വിടാൻ പോകുന്ന പോലെ ആ ഒരു ഫീൽ ഉണ്ടാവരുത്. സ്ലോ ആൻഡ് എന്ത് ചെയ്യണം, കൺട്രോൾഡ് അടിച്ച് ചെയ്യണം. കൈ കുറച്ചുകൂടെ പോകട്ടെ, മുകളിലോട്ട് പോകണം കറങ്ങി. മാക്സിമം ഈ ചാടുമ്പോൾ സൗണ്ട് ഇല്ല ചാടി നോക്ക്. ട്രൈ ചെയ്ത് പറ്റും. സൗണ്ട് അത് വരും ചെയ്തു. കൈ മാക്സിമം മുകളിൽ കറക്കി 2 കൈ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുപോകണം കേട്ടോ, ഇങ്ങനെ കറങ്ങിപ്പോകും. അത് തന്നെ, അങ്ങനെ വരണം. കൺട്രോൾ അടിച്ച്, മെയിനായിട്ട് വിടാൻ പോണ ഫീൽ ഉണ്ടാവരുത്. എങ്ങനെയുണ്ട്? ഓക്കെ, അടുത്തിട്ട് നമ്മൾ ചെറിയ ജസ്റ്റ് ജോഗിങ് നമ്മൾ ചെയ്യത്തില്ലേ, ആ ഒരു മൂവ്മെൻ്റ് ആണ്. നമ്മൾ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഓടുന്ന പോലെ. ആൻസർ പഴയ ഓട്ടക്കാരിയാണല്ലേ. എവിടെ ഇരിക്കേണ്ട ആളാണ് അല്ലേ? ഇങ്ങോട്ട് വാ. ചെയ്തു. ഫ്രീ ആയിട്ട് കൈ നമ്മൾ കുറച്ചുകൂടെ ബോഡി എന്ത് ചെയ്യണം, കൺട്രോൾ ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ജമ്പിങ് ജാക്സ് പറഞ്ഞില്ല, ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്ത് നീങ്ങുന്നു, ഇവിടെ നിന്ന് കാലിൻ്റെ ഈ ഉപ്പൂറ്റി ഒരിക്കലും ഇടിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ഓടുന്ന സമയത്ത് എന്ത് ചെയ്തില്ല, ഈ ഉപ്പൂറ്റി ഇടിക്കുമ്പോൾ ഒന്ന് ബോഡിക്ക് അത് നല്ലതല്ല, പ്ലസ് നമ്മുടെ സ്പീഡ് കുറയും ഓടുന്ന സമയത്ത്. ഈവൻ ഇത് ചെയ്യുമ്പോഴാണോ നമ്മൾ ഇത് ഇടിക്കുന്നില്ല. പ്ലസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ജമ്പിങ് എല്ലാ മൂവ്മെൻറ്റ്സിലും ഇത് ചെറിയുണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുകയോ അല്ല ചെയ്യണത്. നമ്മൾ നിന്നിട്ട് ചെറിയൊരു സ്പ്രിങ് പോലെ ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. അതില്ലാത്തതുകൊണ്ട് അത്രയും സൗണ്ട് ഇങ്ങനെ കേട്ടോ നേരത്തെ. ജസ്റ്റ് ഇവിടെ ചാടി ഇവൻ ഓടുമ്പോഴും ഇങ്ങനെയല്ല, ചെറിയൊരു ആക്ഷൻ അവിടെ പറഞ്ഞുണ്ട് ഉണ്ടോ. സോ ഇപ്പം ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പോയി ഉണ്ടോ, ഇതിങ്ങനെ നീങ്ങുന്നില്ല, അവിടെ നിന്ന് ജസ്റ്റ് ചെറിയൊരു മൂവ്മെൻറ്റ്. അപ്പോൾ ഇഞ്ചുറി വരേണ്ട ചാൻസും കുറയും. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴും ഇത് ഇപ്പോൾ കൈ കൂടെ നോക്കിക്കോ, കൈയും കാലിൻ്റെയും മൂവ്മെൻറ്റ് ഉണ്ടോ. സോ ഏത് കാലാണോ എടുത്ത് നമ്മൾ ലിഫ്റ്റ് ചെയ്യണത്, ആ കൈ ബാക്കിലോട്ട് പോകണുണ്ട്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്സ്, ലെഗ്സ് ഇതെല്ലാം ഒന്ന് ഫീൽ ചെയ്ത് ചെയ്യാൻ ട്രൈ ചെയ്തു. മെയിനായിട്ട് കാലിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബോഡി റിലാക്സ്ഡ് ആണ്, ഫ്രീ ആയിട്ട് ചെയ്തു. ഇത് കുറച്ച് റോബോട്ടിക് പോലെയുണ്ട്. ഇല്ല, നിനക്കെന്നെ തോന്നിയില്ലേ? എങ്ങനെ തോന്നിയില്ലേ? പണ്ടത്തെ നമ്മുടെ സീരിയലിലേക്ക് കാണുമ്പോഴത്തെ. പിന്നെ നമ്മൾ നേരെ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ്. ഓക്കെ, ഇത്ര സമയം ചെയ്തത് വാമപ്പായിരുന്നു. ഇനി ഡംബൽ യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കാലുകളിൽ ചേർത്ത് വയ്ക്കുക. ഓക്കെ, ചേർത്ത് വെച്ചിട്ട് അപ്പർ ബോഡി എന്ത് ചെയ്യണം, ഫ്രണ്ടിലോട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യണം. ദെൻ ഇവിടെ നിന്ന് ഈ ഡംബൽ ഇങ്ങനെ സൈഡിലോട്ട്, ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി സൈഡിലോട്ട് ഇങ്ങനെ മാക്സിമം ബാക്ക് ടൈറ്റ് ചെയ്യണം, നമ്മുടെ ബാക്ക് മസിൽസ്. ഓക്കെ, സോ 1, അടുത്ത കൈ 2, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം, ഒരുമിച്ച് 3. മനസ്സിലായോ? ജസ്റ്റ് കാലുകൾ ചേർത്ത് മീൻസ് ടു ക്ലോസ് ആയിട്ട് വയ്ക്കണമെന്നല്ല, ജസ്റ്റ് എന്ത് ചെയ്തു, അടുപ്പിച്ച് വെച്ചു, അപ്പർ ബോഡി ബെൻഡ് ചെയ്തു, കൈ രണ്ട് ഫ്രണ്ടിലോട്ട് റിലാക്സ്ഡ് ആയിട്ട് വയ്ക്കുക. ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് 1, ദെൻ 2, ദെൻ ഒരുമിച്ച് 3.
ഓക്കെ, ഇത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ ബാക്ക് മസിൽസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, ലാറ്റ്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. തല കുറച്ച് പൊക്കി വെച്ചോ, തല പൊക്കി വേ. യെസ്. ഇങ്ങനെ കിടക്കുക. ഓക്കെ, 2 ഡമ്പലും നമ്മുടെ ഓൾമോസ്റ്റ് ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നേരെ പുറകിലോട്ട് കൊണ്ടുപോവുക. കൈയുടെ എൽബോ ബെൻഡ് ചെയ്യാതെ പുറകിലോട്ട് കൊണ്ടുപോവുക. ദെൻ അവിടെ നിന്ന് നേരെ തിരിച്ചു വരിക. സോ ദാറ്റ് ഇസ് 1, 2, 3. ഓക്കെ, 2 ഡമ്പൽ ചേർത്ത് മുകളിലോട്ട് പിടി. ലൈറ്റ് പൊക്ക് ഇങ്ങനെ. ഓക്കെ, ഞാൻ ചേർത്ത് പിടിച്ചോ. ഇതേ രീതിക്ക് അതിന് ബാക്കിലോട്ട് കൊണ്ടുപോകണം. അവിടെ ഇടരുത്, കുറച്ചുകൂടെ പോട്ടെ. ഇത് തിരിച്ചു വന്നു. യെസ്, വെരി ഗുഡ്. 10 നമ്പർ ചെയ്താൽ മതി, തൽക്കാലം ചെയ്തോ, കൊള്ളാം. പൊങ്ങാൻ ട്രൈ ചെയ്. പറ്റുന്നില്ലേ? ഓക്കെ, സാരമല്ല. അപ്പോൾ നിനക്കിപ്പം പുള്ളപ്പ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ തൽക്കാലം എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഡെഡ് ഹാങ് ചെയ്ത് കിടന്നാൽ മതി. നിനക്ക് എത്ര സമയം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാൻ പറ്റുമെന്ന് നോക്ക്. അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടി പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവലി പുള്ളപ്പ് പ്രാക്ടീസ് ചെയ്യാം. കാല് താഴ്ത്തി വെച്ചോ. അല്ല, ഹാങ് ചെയ്ത് അങ്ങനെ കിടന്നോ, കാല് താഴ്ത്തി ഹാങ് ചെയ്ത് അങ്ങനെ കിടന്നോ, കൈ വേദനിക്കുന്ന. സപ്പോർട്ടൊന്നുമില്ല. ആ, ശരിയാക്കാം. തൂങ്ങ്. ഇവിടെ പിടിച്ചാലാ? ഓക്കെ, അതായാലും മതി. അപ്പോൾ കയ്യെല്ലാം അറ്റ് പറഞ്ഞു. ഓക്കെ, സാറല്ല. അപ്പോൾ വേറൊരു രീതിയിൽ നോക്കാം. 2 കാലും മടക്കി വെച്ചോ ബാക്കിലോട്ട്. ഓക്കെ, നിന്റെ വെയിറ്റ് മാക്സിമം പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നീ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ജസ്റ്റ് നിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര സെക്കൻഡ് ഇങ്ങനെ ഹാങ് നടക്കാൻ പറ്റും അത്രയും സമയം ഇങ്ങനെ ഹാങ് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പതുക്കെ പുള്ളപ്പുള്ള പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതിൽ വൈഡ് കൊണ്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നാരോ ഗ്രിപ്പിലുള്ളത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ മോംപിൽ ചെയ്ത ഒരു എക്സസൈസിൻ്റെ ആ ഒരു കോംബോ എക്സസൈസിനെ ഡമ്പൽ വെച്ചിട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ജസ്റ്റ് ഡമ്പൽ വെച്ച് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നിൽക്കുക. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നേരെ ബോഡി ബാക്കിലോട്ട് കൊണ്ടുപോകും, ഡമ്പൽ ലിഫ്റ്റ് ചെയ്യുക, തിരിച്ചു പോവുക. ഓക്കെ, ഇവിടെ നിന്ന് വീണ്ടും ഇതുപോലെ നീസ് ബെൻഡ് ചെയ്തു, തിരിച്ചു പോയി, ഡമ്പൽ ലിഫ്റ്റ് ചെയ്തു, തിരിച്ചു പോയി. സോ ഗോ ഡൗൺ, കം ബാക്ക്, ലിഫ്റ്റ്, ഗോ ബാക്ക്.
ട്രൈ ചെയ്യ, പറ്റും. ഓ മൈ ഗോഡ്. ഇനിയിപ്പോൾ കാല് പൊക്കാൻ പറ്റില്ലെങ്കിൽ സാരമില്ല, അങ്ങനെ നിന്നിട്ട് ഡമ്പൽ അവിടെ നിന്ന് റേസ് ചെയ്ത് തിരിച്ചു വെച്ചു. യെസ്, അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിന് വേണ്ടിയുള്ള ഒരു കോംബോ എക്സസൈസ് ആണ്. ഇവിടുന്ന് നേരെ ഡമ്പൽ രീതിയിൽ ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, then അതിനെ ട്വിസ്റ്റ് ചെയ്യുക. രണ്ട് കൈയും ട്വിസ്റ്റ് ചെയ്തിട്ട് താഴെ ഇറക്കുക. ഓക്കെ, വീണ്ടും ഇവിടുന്ന് തിരിച്ച് ഇവിടുന്ന് എടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് താഴെ ഇറക്കുക. ഓക്കെ, 2 മേ ബി ലൈക്ക് 1 2 എന്നുള്ള കൗണ്ടിങ് കൊടുക്കുക അതിന്. 1 2. സോ അഗെയിൻ 1 2. ഓക്കെ, ഇവിടുന്ന് 1 2. ഒരു കൈ മാത്രം ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ മതി, ഇങ്ങ് കൊണ്ടുപോകണ്ട. ഇവിടെ നിർത്തി ട്വിസ്റ്റ് ചെയ്തു താഴോട്ട് പോകണം. ഇല്ല, ഇതിപ്പോൾ ഉണ്ടേ ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നുണ്ട്. ഇത് ഇങ്ങനെ വരണം. ഓക്കെ, റൈഗോ. യെസ്, എടുത്തോ. യെസ്, ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അഗെയിൻ ബൈസെപ്സിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഒരു കയ്യിൽ ഡമ്പൽ ഈ ഒരു ഹാഫ് ഹോൾഡ് ചെയ്തിട്ട് മറ്റേ കൈക്കായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് എടുത്തു, ഇവിടുന്ന് ഹാഫ് വീൽ ഹോൾഡ് ചെയ്യുക. റൈറ്റ് ഹാൻഡിന് ഒരു 10 ടൈംസ്. ഓക്കെ, 10 ടൈംസ് ഇങ്ങനെ മൂവ് ചെയ്യുക. ദെൻ റൈറ്റ് ഹാൻഡ് എടുക്കണം, ഹാഫ് ഹോൾഡ് ചെയ്യണം, ദെൻ ലെഫ്റ്റ് ഹാൻഡ്. മനസ്സിലായോ? ഓക്കെ, യെസ്, ചെയ്തു. ഓരോ കൈക്കും 10 ടൈംസ് ചെയ്താൽ മതി. സോ ലിഫ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഹാഫ് വീൽ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് ചെയ്തു. 1 2. യെസ്, ഇത് നമ്മൾ ഡമ്പൽ വെച്ചിട്ടുള്ള ഒരു 3 മൂവ്മെൻറ്റ്സിൻ്റെ കോംബോ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്ക് മസിൽസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കാല് ഷോൾഡർ ലെവലിനേക്കാളും അല്പം കൂടെ വൈഡാക്കി വയ്ക്കുക. ദെൻ ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് അപ്പർ ബോഡി ബെൻഡ് ചെയ്തിട്ട് ഈ രീതിയിൽ ഡമ്പൽ പിടിച്ചിട്ട് ഫസ്റ്റ് മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം ബാക്ക് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഓക്കെ, ദെൻ അവിടെ തിരിച്ചു വന്നു, ഡമ്പൽ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുക. എഗെയിൻ ബാക്ക് ടൈറ്റ് ചെയ്തു, തിരിച്ചു പോവുക, തിരിച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ വന്നു. ഓക്കെ, സോ ഇപ്പോഴാണ് ഒരു സെറ്റായത്. ഇവിടെ നിന്ന് 1 2 3. ഓക്കെ, 1. യെസ്, ഗുഡ്. 2 തിരിച്ച് 3. യെസ്, വെരി ഗുഡ്. ചെയ്തോ. 1 2 3. സൂപ്പർ. 1 2 3. യെസ് 1 2 3. ബാക്ക് മസിൽസ് ടൈറ്റ് ചെയ്തോ. 1 2. യെസ്, 3. ലാസ്റ്റ് 1 2 3. നമ്മൾ പൊട്ടാതെ താഴെ വെച്ചു. ഓക്കെ ഫൈൻ. ഓക്കെ, നമ്മൾ നേരത്തെ ബൈസെപ്സിന് വേണ്ടിയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്തില്ലേ, ഇത് വന്നിട്ട് സൈഡ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ. ഓക്കെ, ഓൾട്ടർനേറ്റീവാണ്, രണ്ട് കൈയും ചെയ്യണം. ഓക്കെ, ഇങ്ങനെ
ഇപ്പോൾ കൗണ്ടിങ് വേണമെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യാം. 1 1 അങ്ങനെ കൗണ്ട് ചെയ്യാം. 2 2. അപ്പോൾ രണ്ട് കൈക്കും ഈക്വൽ നമ്പർ ചെയ്യാനായിട്ട് പറ്റും. ചെയ്തു. കറക്റ്റ് ആണോ എന്ന് അത്രയും പൊക്കി ബാക്കിലോട്ട് കൊണ്ടുപോകണ്ട. അത്രയും ഇത് നിന്നെ ബോഡിയും കഴിഞ്ഞ് ഇപ്പുറത്ത് പുറത്ത് വരെയല്ലേ, താഴ്ത്തി കൊണ്ടുപോകും. ഇവിടെ നിന്ന് ഈ ലെവലിൽ നിന്നാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങ് ബാക്കിലോട്ട് പോകണ്ട, മീൻസ് ബോഡിയിൽ പുറത്തോട്ട് പോകണ്ട. ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്ന് ഇവിടെ നിന്നാൽ മതി. ഓക്കെ, ആ കൈ ചെയ്തേ. ഇതിവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടിച്ച് മൈക്കിനെ ഇടിച്ച് പൊട്ടിക്കുമോ? ഇവിടെ നിന്ന് ഈ ലെവല്. ഓക്കെ, ചെയ്തു. അങ്ങനെ സപ്പോർട്ടാ ചെയ്ത് രണ്ട് മാറി മറിച്ച്. യെസ് യെസ്, സ്ലോ ആയിട്ടിറക്ക്, സ്ലോ ആയിട്ടിറക്ക്, സ്ലോ 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 ആയിട്ടിറക്ക്, മാക്സിമം സ്ലോ ആയിട്ട് പിടിച്ചിറക്ക്. യെസ്, സ്ലോ സ്ലോ, മാക്സിമം സ്ലോ ആയിട്ടിറക്കിക്കോ. ഇറക്കണം, സ്ലോ ആയിട്ടിറക്കിക്കോ. സ്ലോ 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 ആയിട്ടിറക്ക്. ഓക്കെ, റെസ്റ്റ് റെസ്റ്റ് എടുക്കും. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത വാം അപ്പ് എക്സസൈസിൻ്റെ ഫസ്റ്റ് സെറ്റ് എക്സസൈസ് നമ്മൾ ഒരിക്കൽ കൂടി ചെയ്യും. ബോഡി ഒന്ന്, ഈ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത്, മനസ്സിലായോ, അതിൻ്റെ ആ ഒരു പിടുത്തം ഉണ്ടാവും ഇപ്പോൾ ചെയ്തതിൻ്റെ, അത് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ചെയ്ത് ഏതായിരുന്നു? നമ്മൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഈ നമ്മൾ ചെയ്തില്ലേ, ഇത് ചെയ്യുക. ഓക്കെ, കൈ മാക്സിമം ബാക്കിലോട്ട് കൊണ്ടുപോയി ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു സ്ട്രെസ്സൊക്കെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത് ചെയ്യേണ്ടത് ബോഡി, അപ്പർ ബോഡി ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ചെയ്തത്. ഇവിടെ നിന്ന് മാക്സിമം ബാക്ക് മസിൽസിനെ സ്ക്വീസ് കൊണ്ടുള്ള ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കൈ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫിംഗേഴ്സിനെ ഇതുപോലെ എന്ത് ചെയ്തു, പുറകിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഈ ഒരു മൂവ്മെൻറ്റാണ് ചെയ്തത്. ഓക്കെ, ബോഡീനെ അപ്പർ ബോഡി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് ചെയ്തത്. ഓക്കെ, ഇത്രയും കൂടെ ജസ്റ്റ് നമുക്ക് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വന്നോ. അപ്പോൾ ഇന്നലെ നമ്മൾ പുഷ് ഡേ ആയിട്ടാണ് എടുത്തിരുന്നത് അല്ലേ? ഇന്നലെ പുഷ് ഡേ ആയിരുന്നു. ഇന്ന് ഫുൾ ഡേ വർക്കൗട്ട്സാണ് ചെയ്തത്. എങ്ങനെയുണ്ട് ഫുൾ ഡേ വർക്കൗട്ട്സ്? കുറച്ചുകൂടെ വയ്യാണ്ടായി, ടയേർഡായി അല്ലേ? ഇല്ല, ചെയ്യാൻ പറ്റി, ചിലതൊക്കെ എന്നെ കൊണ്ട് പറ്റിയില്ല. പറഞ്ഞിട്ടുണ്ട്. സോ ഈ വീക്കിലെ ഓരോ ദിവസം ഞാനിതുപോലെ ചെയ്യുന്ന എക്സസൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരും. നെക്സ്റ്റ് വീക്ക് തൊട്ട് എങ്ങനെയായിരിക്കും സ്വന്തമായിട്ട് അത് മനസ്സിലാക്കി അത് ചെയ്യുന്നതായിരിക്കും. അങ്ങനല്ലേ? അങ്ങനെ
ലൈക്ക് ഇതൊരു 1 മന്ത് എന്നല്ല. ഓക്കെ, നമ്മൾ നോക്കും എത്രത്തോളം ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നാളെന്ത് ചെയ്യും ഈ ഒരു സ്പ്ലിറ്റ് ലൈക്ക് പുഷ് പുൾ ലെഗ് പ്ലസ് അപ്പർ ബോഡി ലോവർ ബോഡി എന്നുള്ള ആ ഒരു സ്പ്ലിറ്റിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ നമുക്ക് ലെഗ് ഡേ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ലെഗ് ഡേ വർക്കൗട്ട്സുമായിട്ട് മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ. ബൈ.